ഇന്ന് രാവിലെ ഒരു സ്ഥലം വരെ പോയിട്ട് വന്നപ്പോഴാണ് അതിമനോഹരമായ ഒരു സ്ഥലം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഒരു തൊട്ട് താഴെ തന്നെയുള്ള ഒരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു കൃഷിസ്ഥലം. അപ്പോൾ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് നേരം അതൊക്കെ നിന്ന് കണ്ടു. അപ്പോൾ കണ്ടതിന് ശേഷം കുറച്ച് വെയിലായപ്പോൾ ഞാനിങ്ങ് കയറിപ്പോന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെയിലൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഒരു സായാഹ്ന സവാരിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ സായാഹ്ന സവാരിക്ക് ഇറങ്ങിയപ്പോൾ അത് കൂട്ടത്തിൽ വീഡിയോയിൽ പകർത്തി എല്ലാവരിലും ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് തന്നെ കണ്ടില്ലേ, അതിമനോഹരമായ ഒരു ഒരു വാഴത്തൊപ്പായത്. അപ്പോൾ വാഴകൾ തൈവാഴകളാണ്, എല്ലാം വെച്ചിട്ടേ ഉള്ളൂ. ഞാനൊരു വാഴ വെച്ചിട്ടത് കുരങ്ങ് കൊണ്ടുപോയി, അത് പോട്ടെ. എന്നാലും പിന്നെ പിന്നെ ഇവർ ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു വാഴത്തോട്ടമാണ്. എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. അപ്പോൾ ഇതൊന്നും എന്തായാലും കുരങ്ങ് നശിപ്പിക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇല്ലെങ്കിൽ ഈ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ തൈവാഴകളും ഇതിന് തൊട്ടപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ, അപ്പുറത്തെ സൈഡിൽ വാഴകളൊക്കെ ഏകദേശം പിന്നെ വലുതായിട്ടുണ്ട്. അതിനിടയിൽ കൊലവാഴകളും ഒക്കെ ഉണ്ട്, വാഴ ഒക്കെ കുലച്ച വാഴകളും ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇത് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഇത്രയും വേനൽക്കാലത്ത് ഇവർ നടുക്കൂടെ ചെറിയ വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തോട് പോലെ വെട്ടിയുണ്ടാക്കി അതിനകത്ത് വെള്ളം നിറച്ചിട്ടേക്കുക. അപ്പോൾ ഈ ഏത് കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ 100% നമുക്കത് കൃഷി പറ്റും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ അവർ ചെറിയ ചാലുണ്ടാക്കി ആ ചാലിനുള്ളിൽ വെള്ളം നിറച്ച് വാഴയ്ക്കും അല്ലെങ്കിൽ അവിടെ നട്ടിരിക്കുന്ന മറ്റ് പിന്നെ പച്ചക്കറികൾക്കുമൊക്കെ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം സംഭരിച്ച് വെച്ചിരുന്ന് അത് യഥേഷ്ടം ഈ വാഴയ്ക്കുമൊക്കെ കിട്ടുന്ന ഒരു പ്രതീതിയാണ്. ഇതെന്ന് പറയുന്നത് മണ്ണിട്ട ഒരു റോഡാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലും വളരെ മനോഹരമായ രസകരമായ ഒരു കാഴ്ച ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അതായത് ഞാൻ അന്നൊരു വെങ്കടിയൂർക്കാവ് ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയായത്. ഇതിൻ്റെ ഇടത് സൈഡിൽ കണ്ടില്ലേ ഒരു തോടൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ്. ഒരു ശകലം വെള്ളമേ ഉള്ളൂ. ഇത് മഴ സമയത്തും അല്ലാതെ സാധാരണ കാലാവസ്ഥയിലൊക്കെ ഒരുമാതിരി വെള്ളമുള്ള ഒരു തോടാണ്. പക്ഷേ ഇപ്പം ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തോടൊക്കെ വറ്റി വരണ്ട് കിടക്കുക. എങ്കിലും ഒരത്ഭുതം ഞാൻ കാണിച്ചു തരാം. തോടൊക്കെ വറ്റി വരണ്ട് കിടന്നാൽ ഇത് കാണാം. ഈ ചുട്ടുപഴുത്ത വേനലിലും അതിമനോഹരമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു അടിപൊളി സ്ഥലം. ഞാൻ ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയി കേട്ടോ. ഇഷ്ടം പോലെ കൃഷിയാണ് എന്ന് പറഞ്ഞാൽ ചീര, പയർ, അങ്ങനെയുള്ള സൂപ്പർ കൃഷി ഇഷ്ടം പോലുള്ളൊരു സ്ഥലമാണ്. എനിക്കിവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ പ്രാന്തായിപ്പോയി. കൃഷിയെക്കുറിച്ച് തന്നെ കൂടുതൽ മതിപ്പുണ്ടാകുവാനും കൃഷി ചെയ്യാനുള്ളൊരു ആഗ്രഹം തന്നെ സത്യം പറഞ്ഞാൽ ഒരുപാട് തോന്നിപ്പോയി കേട്ടോ സത്യം. കാരണം പിന്നെ ഇത്രയും ചുട്ടുപഴുത്ത വേനലിലും ഇത്ര കൃത്യമായിട്ട് കൃഷി നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ട് താഴെ തന്നെയാണ്, വീടിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. ഞാൻ അവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു. പക്ഷേ ഇവിടെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ. ഇത് കണ്ട് ആസ്വദിക്കുന്നതെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ്, ഒരു പ്രത്യേക ഊർജ്ജം കിട്ടും കൃഷിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ കണ്ട അത്ഭുതമായ ഒരു കൃഷിസ്ഥലം. കാരണം ഇവിടെ കണ്ടില്ലേ, ചീര, പയർ, വാഴ, അതേപോലെ അതിമനോഹരമായിട്ട് ഇത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കൂടെ ചാലൊക്കെ ഉണ്ടാക്കി അതിലൊക്കെ വെള്ളം നിറച്ചിട്ട് ഈ കൃഷി ആവശ്യത്തിന് ഒരു പിന്നെ സസ്യലതാദികൾക്കും വെള്ളത്തിൻ്റെ ഒരു അഭാവം ഉണ്ടാകാത്ത രീതിയിൽ അത് കൃത്യമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുതന്നെയല്ല, ഇത് ഇങ്ങനെ ഒരുക്കിയിടുന്നതോടൊപ്പം ഇതിനിടയിലുള്ള കളകളും കാര്യങ്ങളും ഒക്കെ പറിച്ചു മാറ്റി അത് കൃത്യമായിട്ട് അവരത് പിന്നെ പരിപാലിക്കുന്നുണ്ടെന്നുള്ളതാണ്. കണ്ടില്ലേ, എന്തോ രസമാണെന്നറിയാമോ. ഇവിടെ നമ്മൾ ഇറങ്ങി വന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ അറിയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സത്യം പറഞ്ഞാൽ അപൂർവമായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ, ചീര, അതിനിടയ്ക്ക് എനിക്കൊന്നു പടവലമോ ഒക്കെയാണെന്ന് തോന്നുന്നു. പച്ചച്ചീരയുണ്ട്, ചുമന്ന ചീരയുണ്ട്, പടവലം, വെണ്ട, ഇതൊക്കെ ഉണ്ട് അവിടെ കൃഷി. അത് ഇങ്ങനെ മുരിപ്പ് പോലെ കോരി വെച്ചിരുന്ന ഒരു പ്രത്യേക ഭാഗം ഉണ്ടാക്കി അതിനിടഭാഗം എന്ന് പറഞ്ഞാൽ ചാല് പോലെ കിടക്കുക. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കൃഷിസ്ഥലം ഒരുക്കിയിട്ടുണ്ട്.
നമ്മൾ ആദ്യം കൃഷി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കിയത് ആ കൃഷിയുടെ ഒരുക്കുന്നതിലുള്ള കഴിവാണ്. ഏത് കൃഷിയായാൽ തന്നെയും നമ്മൾ കുറച്ച് ബൾക്കായിട്ട് കൃഷി ഇറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കൃഷിയിടം ആദ്യം നമ്മൾ ഒരുക്കണം. ഇത് കണ്ടില്ലേ, ഇവിടെ ആ ചാലിനിടയ്ക്കൂടെ ചെറിയൊരു ഒരു ഒരു എന്താ ഒരു പോസ്റ്റിൻ്റെ എന്തോ ഒരു കമ്പെടുത്തിട്ടേക്കുക, കാരണം അങ്ങോട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട്. ഓ, എന്തോ ഭംഗിയാണെന്നറിയോ, കണ്ടില്ലേ, ചുമന്ന ചീരകൾ. അപ്പോൾ ഈ വാഴക്കിടയിൽ തന്നെ ഈ ചീരയും വെച്ച് പിടിപ്പിച്ചേക്കുക. ഇപ്പോൾ ഈ വാഴയെന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കുമല്ലോ പിന്നെ കൊല വരാനായിട്ട്. അതിനിടയിൽ 2-3 പ്രാവശ്യം ചീര വിളവെടുക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാടത്തിൻ്റെ ഒത്ത നടുക്കാണ്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ പാടത്ത് നിന്ന് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയിലുള്ള ഒരു കൃഷിസ്ഥലം. ഇത്ര മനോഹരമായിട്ട് കൃഷി ഇറക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയാണ്. അത് പണ്ട് കാലഘട്ടങ്ങളിലല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയാണ്. കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. വാഴ, ചീര, പയർ, വെണ്ട. സത്യത്തിൽ നമ്മുടെ വീട്ടിൽ ഒക്കെ താൽക്കാലികമായിട്ടെങ്കിലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പിന്നെ ശുദ്ധമായ പിന്നെ പച്ചക്കറികൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ഇറക്കി കഴിഞ്ഞാൽ വളരെ അനുകൂലമായിരിക്കും. പക്ഷേ ഇത്രയും ഭൂമിയിൽ വേണമെന്നൊന്നുമില്ല. നമുക്ക് എത്രത്തോളം ഭൂമിയുണ്ടോ അത്രത്തോളം, അതായത് ഒരു വീട്ടിൽ കൂടി വന്നാൽ 3 പേര് അല്ലെങ്കിൽ 4 പേരല്ലേ ഒക്കെ അല്ലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടുന്ന പച്ചക്കറികളും പിന്നെ ബാക്കി സാധനങ്ങളും ഒക്കെ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ കൃഷി ഇറക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് കാണുമ്പോൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇത്രത്തോളം ബുദ്ധിമുട്ടി ഇവർ ഈ കൃഷി ഇറക്കുമ്പോൾ കൃഷി കൊണ്ട് ലാഭം ഉണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പിന്നെ ശുദ്ധമായ പച്ചക്കറികൾ ജനങ്ങളിൽ എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. കണ്ടില്ലേ, മനോഹരമായൊരു കൃഷിയിടം. ഞാൻ ഈ കൃഷിയിടത്തിൻ്റെ നടുക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇത്രത്തോളം കഷ്ടപ്പെട്ട് കൃഷി ഇറക്കുന്നത് കാണുമ്പോൾ കർഷകരോടുള്ള ആദരവും കൃഷിയോടുള്ള പ്രേമവും എനിക്ക് വർദ്ധിച്ച് വരികയാണ്. ഇവിടെ കണ്ടില്ലേ, നമ്മൾ ഈ കാണുന്നത് പോലെ ഒരു കൃഷി മാത്രമല്ല ചെയ്തിരിക്കുന്നത്. അതായത് പിന്നെ എന്താ ഈ ഇടക്കൃഷിയാണ്. അതായത് വാഴ, അതുപോലെ തന്നെ ചീര, പയർ, പാവല്, പടവലം, വെണ്ട, ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു കൃഷി സ്ഥലമാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്തൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ കാര്യം കേട്ടോ. കാരണം വാഴത്തോപ്പും അല്ലെങ്കിൽ ചീര എന്നൊക്കെ പറയുന്നത് നമ്മൾ മാത്രമായിട്ട് നട്ടിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നട്ടിരിക്കുന്ന ഒരു സ്ഥലം പിന്നെ ഞാൻ കണ്ടിട്ടില്ലെന്നല്ല, എങ്കിലും ഇങ്ങനെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെനിക്ക് വൈകിട്ടൊക്കെ ഇവിടെ ഇതുവഴിയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. നല്ല ശുദ്ധവായു ശ്വസിച്ച് നല്ല ഭംഗിയായിട്ട് ആ ഒരു സിറ്റിയുടെ തിരക്കൊക്കെ വിട്ട് നല്ല സുഖമുണ്ട് ഇതുവഴി നടക്കാൻ. അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ ഇതിവിടെ കയ്യിലെടുത്തെന്നുള്ളതേ ഉള്ളൂ, ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ. നല്ല രസമുണ്ട്. വൈകുന്നേരങ്ങളിൽ ഞാനൊരു നടപ്പ് പതിവുള്ളതാണ്. രാവിലെയും വൈകിട്ടും ഇടയ്ക്കിടയ്ക്ക് നടക്കും. ചില സമയങ്ങളിൽ ഈ പൂജയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ നടപ്പ് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് ഇറങ്ങി നടക്കാമെന്ന് നോക്കും. അപ്പോൾ ഇന്ന് ഒരു വഴി വരെ പോയിട്ട് വന്നപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ ഇതൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി കേട്ടോ. കാരണം എനിക്ക് അത്രയ്ക്ക് അട്രാക്ഷൻ തോന്നിയ ഒരു സ്ഥലമാണ് ഇത്. കണ്ടില്ലേ, ഇങ്ങനെ ഇടതവിട്ട് വാഴ, അത് കഴിഞ്ഞിട്ട് ചീര, അത് കഴിഞ്ഞിട്ട് വാഴ, ഇങ്ങനെ ഇടതവിട്ട് കൃഷി ചെയ്തിരിക്കുക. നല്ല രസമുണ്ട്. ഇത് കണ്ടില്ലേ, ആ ഫെൻസിങ്, അതായത് ചുറ്റിനുമുള്ള ആ ഒരു വേലി ഉണ്ടല്ലോ, ആ വേലിയിൽ മൊത്തം ഇങ്ങനെ എന്തോ പടർത്തിയിരിക്കുക. ഞാൻ നോക്കട്ടെ അതെന്തോ പടർത്തിയിരിക്കുന്നത് നോക്കട്ടെ. ഇത് വള്ളിപ്പയറാണ്. പയർ തൂക്കിയിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, നല്ല രസമാണ്. അതിമനോഹരമായിട്ട് പയർ കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ഇത് വള്ളിപ്പയറാണ്, കണ്ടില്ലേ. ഇത് തൂക്കിയിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അടിപൊളി. ഇതാ, ഇത് വലുതായ പയറാണ്, കണ്ടില്ലേ. അതിമനോഹരമായിട്ടാണ് ഈ കൃഷിയിടം ഒരുക്കിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കൊതി വരും. സത്യത്തിൽ ഇവിടുന്ന് ഇറങ്ങി പോകാൻ തന്നെ തോന്നത്തില്ല കേട്ടോ. ഈ ഫെൻസിങ്ങിൽ അവർ ഈ ഫെൻസിങ് ഉണ്ടാക്കിയിട്ട് ആ ഫെൻസിങ്ങിൽ പോലും ഈ പറഞ്ഞ ഫെൻസിങ് അല്ല, അത് സംഭവം വേലി എന്ന് വേണമെങ്കിൽ പറയാം. ഫെൻസിങ് എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ഇലക്ട്രിക് കൂടെ കൊടുക്കുന്നതായിരിക്കും ഈ ഫെൻസിങ് എന്ന് പറയുന്നത്. അത് ഈ കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഫെൻസിങ് കൊടുക്കുന്നത്. ഇത് ഫെൻസിങ് അല്ല, വെറും വേലിയാണ്. അപ്പോൾ വേലിയെ വരെയും അവർ ഇതിങ്ങനെ പടർത്തിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കുക, പയറും അതും ഇതുമൊക്കെ. അടിപൊളി രസമുണ്ട്.
ഈ നല്ല മണ്ണി ചവിട്ടിയൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക അനുഭൂതിയാണ്. നല്ല സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളങ്ങനെ തിരിച്ചു കയറി പിന്നെ നേരത്തെ വന്ന വഴിക്കോട്ട് തന്നെ പോവുക. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ച് ദൂരം കൂടെ ഒന്ന് നടന്ന് കാണാം. കാരണം അവിടുന്ന് അങ്ങോട്ട് നടക്കുന്ന സമയത്ത് ആ തോടിൻ്റെ കരയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അത് നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇവിടുന്ന് കയറി നമുക്ക് പതുക്കെ മുകളിലോട്ട് പോകാം. പക്ഷേ ചെളിയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഈ ഉഷ്ണം ആയതുകൊണ്ടേ, ഈ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് അധികം ചെളിയൊന്നുമില്ല. മണ്ണൊക്കെ നല്ല ഇതായിട്ട് കിടക്കുക. അപ്പോൾ അതുകൊണ്ട് പൊടി പറ്റും എന്നുള്ളതേ ഉള്ളൂ, എന്നാലും ചെളി പറ്റത്തില്ല. കാരണം വെള്ളത്തിൽ ചവിട്ടേണ്ട ആവശ്യം വരുന്നില്ല. അവിടെല്ലാം ഈ വെള്ളത്തിൽ ചവിട്ടാതെ നമുക്ക് അപ്പുറം കയറാനുള്ള സൗകര്യമെല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഈ വരമ്പ് പോലെ, ചെറിയ വരമ്പ് പോലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കയറി ഈ തോടിൻ്റെ കരയ്ക്കോട്ട് വരുമ്പോൾ ഒരു ഭാഗത്ത് കുന്നാണ്. സത്യം പറഞ്ഞാൽ ഇത് മുക്കുന്നിമല മിലിറ്ററി ക്യാമ്പിൻ്റെ ഒരു ഭാഗമായത്. ആ മുക്കുന്നിമല മിലിറ്ററി ക്യാമ്പിൻ്റെ എൻഡ് ചെയ്യുന്ന ഒരു ഭാഗമായത്. ആ മല വന്ന് എൻഡ് ചെയ്യുന്നൊരു ഭാഗമാണ്. അതുകൊണ്ട് കണ്ടില്ലേ, ഇത് ഭയങ്കര രസമാണ്. ഒരു കിടങ്ങ് പോലെ തോടിങ്ങനെ ഒരു സൈഡിൽ കൂടെ പോന്നു. പിന്നെ നടുക്കൂടെ ഒരു പിന്നെ ടാറൊന്നും ചെയ്യാത്ത വഴി, പഴയ ഗ്രാമീണ വഴിയാണ്. ഇത് തന്നെ ഒരു ഭയങ്കര അട്രാക്ഷനാണ് കേട്ടോ. നല്ല രസമാണ് ഈ ഇതുവഴി നടക്കാൻ. പിന്നെ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൂടെ മാക്സിമം ഓട്ടോ, അതേ വലിയ വണ്ടിയൊന്നും പോകത്തില്ല, കാറൊന്നും പോകത്തില്ല ഇതുവഴി നമുക്ക് നേരെ കയറി ചെന്നാൽ അങ്ങ് പിന്നെ അരിക്കടമുക്ക്, പ്രാവച്ചമ്പലമൊക്കെ ചെല്ലാവുന്ന ഒരു സ്ഥലമായത്. പക്ഷേ ഇതൊരു ഭയങ്കര അട്രാക്റ്റീവ് ഒരു സ്ഥലമാണ്, അട്രാക്ഷനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കണ്ടില്ലേ, ആ വയലിൻ്റെ നടുക്കൊരു വീട്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കൃഷിസ്ഥലമാണ് അത്, ഇപ്പം ഇറങ്ങിയ കൃഷിസ്ഥലം. ഈ തോടിൻ്റെ കരയിലൊക്കെ നല്ല കാട് പിടിച്ച് കിടക്കുക. സത്യം പറഞ്ഞാൽ ഇങ്ങനെയും കുറേ പ്രദേശങ്ങൾ വേണം, മനസ്സിലായില്ലേ? ഈ പ്രകൃതിദത്തമായ ചില സസ്യങ്ങളൊക്കെ വളരാൻ വേണ്ടിയിട്ടേ ഇതുവഴി ചെറിയൊരു വഴി തോട്ടിലോട്ട് ഉണ്ട്. അപ്പോൾ അത് തോട്ടിലോട്ടൊന്ന് ഇറങ്ങാമെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടിൽ വെള്ളമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാലൊന്നും കഴുകാനും നനയ്ക്കാനൊന്നും പറ്റത്തില്ല. കാരണം അത് വെള്ളം ഉണ്ടെങ്കിലും അത് ചെളിവെള്ളമാണ്. ഈ തോടെ അപ്പുറത്തോട്ട് മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ പോസ്റ്റ് എടുത്ത് അങ്ങനെ കുറുകെ ഇട്ടിരിക്കുക. കണ്ടില്ലേ, ഇതൊക്കെ പണ്ടത്തെ കാലത്തെ കാഴ്ചകളാണ് കേട്ടോ. പണ്ടത്തെ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് കയറി. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഭാഗം മുഴുവൻ കൃഷിസ്ഥലമാണ് കേട്ടോ. സത്യത്തിൽ ഈ കണ്ടില്ലേ, ആ വലതുഭാഗം മൊത്തം കൃഷിസ്ഥലമാണ്. ഈ ഇടതുഭാഗം പിന്നെ ഈ കാട് പിടിച്ച് കിടക്കുന്ന ആ ഒരു പ്രദേശം കഴിഞ്ഞാൽ പിന്നെ കൃഷിസ്ഥലമാണ്. ഇഷ്ടം പോലെ തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇതുവഴി നടക്കാൻ. ഞാൻ മിക്കവാറും ഒക്കെ രാവിലെ വൈകിട്ട് ഇതുവഴിയാണ് നടക്കാൻ ഇറങ്ങുന്നത്. അതൊരു പ്രത്യേക അനുഭൂതിയാണ്. പിന്നെ പക്ഷേ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മളങ്ങ് മേപ്പോട്ട് കയറി കഴിയുമ്പം പിന്നെ ഇതായി, സിറ്റി ഏരിയ ആയി. അപ്പം പിന്നെ പൊടിയും അതും ഇതൊക്കെ ആയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ ആകുമ്പോൾ നല്ല ശുദ്ധവായു ശ്വസിച്ച് നടക്കാം. നമ്മൾ പണ്ടത്തെ ഗ്രാമത്തിൽ കൂടെ ഒക്കെ നടക്കുന്ന ഒരു പ്രതീതി. സത്യം എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല പച്ചപ്പും പിന്നെ ഇല്ല, സിനിമയിൽ പറഞ്ഞാൽ പച്ചപ്പും ഹരിതാഭയും എന്ന് പറഞ്ഞാൽ അതിനകത്തോടൊക്കെ നടക്കുന്ന ഒരു പ്രതീതി വളരെ രസമാണ് കേട്ടോ. അയ്യോ കണ്ടില്ലേ, പഴയ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു പ്രതീതി. പഴയതല്ല, ഇതിപ്പോഴത്തെ പുതിയ ഗ്രാമപ്രദേശം. ഗ്രാമത്തിന് അങ്ങനെയൊന്നും ഇല്ലല്ലോ, പഴയത് പുതിയതൊന്നുമില്ല. ഗ്രാമപ്രദേശത്തിൽ കൂടെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്ത് വരണം. നല്ല കിടിലനാണ് എന്ന് പറഞ്ഞാൽ കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, അടിപൊളി. ഓ എന്തൊരു ഭംഗിയാണെന്നറിയാം കേട്ടോ. പഴയ കേരളം തിരിച്ചു വന്ന പോലെ അല്ലേ. ഇപ്പം സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ പിന്നെ വളരെ അപൂർവമാണ് കാണാൻ കേട്ടോ. വളരെ അപൂർവം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കണം. മറ്റേന്ന് പറഞ്ഞാൽ കേരളമേ മൊത്തത്തിൽ ഇങ്ങനെ ആയിരുന്നു. ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തണം, മനസ്സിലായില്ലേ.
ഇതൊക്കെ എന്തോ എനിക്കൊന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ റോഡ് മാത്രമേ ഉള്ളൂ പഞ്ചായത്തിൻ്റെ ഉള്ളത്. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ് രണ്ട് സൈഡിലും കിടക്കുന്നത്. അവിടെ വേറൊരു പിന്നെ കണ്ടില്ലേ, ഇതുവഴി ഒരു സ്കൂട്ടറിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. സ്കൂട്ടറിനല്ല, ഓട്ടോയ്ക്ക് വേണേൽ പോകാം ജസ്റ്റ്. പക്ഷേ ഓട്ടോ വന്നു കഴിഞ്ഞാൽ സ്കൂട്ടറും ഓട്ടോയും കൂടെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, പെടും. ഇതാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കണ്ടില്ലേ ഈ ഒരു പച്ച ഇതൊക്കെ ഇട്ട് വേലിയൊക്കെ ഇട്ട് മറച്ചിരിക്കുന്നത്, അതാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എന്തായാലും അതിസുന്ദരമായ ഒരു കാഴ്ച കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ഇളം വെയിലിൽ ഇവിടെയൊക്കെ വന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കാൻ നല്ല ഭംഗിയാണ്, അടിപൊളി. എന്തായാലും ഇന്നത്തെ വൈകുന്നേരം ശുഭമായി. ഇടതൂർന്ന തെങ്ങുംതോപ്പുകളും വാഴയും കൃഷിസ്ഥലങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ എൻ്റെ സായാഹ്ന സവാരി ഇന്നത്തേത് അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇന്നത്തെ യാത്ര പിന്നെ ഈ പറഞ്ഞ കൃഷിയിടങ്ങളിൽ കൂടി ആയതുകൊണ്ട് ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. എല്ലാവർക്കും ബായ്.